എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുക ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുക ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റോ ലോസോ അറിയുന്നതിനും അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിനും വേണ്ടിയിട്ടാണ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുക ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വരുന്ന ചെലവുകൾ റെക്കോർഡ് ചെയ്യുക, അതോടൊപ്പം ഒരു സർവീസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി അറിയുന്നതിനും അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എക്സിബിറ്റ് ചെയ്യുന്നതിനുമാണ്. അതേസമയം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും കോസ്റ്റ് കൺട്രോളിനും കോസ്റ്റ് റിഡക്ഷനുമായിട്ടും അതിലൂടെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുക ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പനീസ് ആക്ടും ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചും നിയമപരമായിട്ടുള്ള അത് പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുക കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതും കൊമേഴ്സ്യലായിട്ടുള്ളതുമായ എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും അതിൻ്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് പരിഗണിക്കുക. നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ് എന്ന് പറയുക ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിലവിൽ സംഭവിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിൽ ഫ്യൂച്ചറിലേക്കുള്ള അഥവാ എസ്റ്റിമേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുക. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് അത് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ എന്നുള്ള രീതിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ records transactions according to the purpose for which the costs are incurred. ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ കോസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് പോയിന്റ് സ്റ്റോക്ക് വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്ന അർത്ഥത്തിലാണ് നമ്മളതിൻ്റെ സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുക. അതേസമയം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുക യൂസ്ഫുൾനെസ് ഇൻ പ്രൈസിംഗ് ആണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രൈസിംഗ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഫ്രെയിം ചെയ്യുന്നില്ല. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും കോസ്റ്റ് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് പ്രൈസിംഗ് പോളിസിയെ കൂടുതൽ സഹായിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആണ്. അതേസമയം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുക ഫൈനാൻഷ്യൽ അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. First one, informative and simple. Second one, accurate and authentic. Third one, uniformity and consistency. Fourth one, integrated and inclusive. Fifth one, flexible and adaptive. Sixth one, trust on the system. Seventh one, participation of executives and benefits from the system. Next we are going to discuss installation of good costing system and steps for installation of costing. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മളൊരു മാനുഫാക്ചറിങ് കൺസേണിലേക്കോ ഒരു ഓർഗനൈസേഷനിലേക്കോ നമ്മളുടെ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ആ കോസ്റ്റിംഗ് സിസ്റ്റം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതാണ് സ്റ്റെപ്സ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ്. ദർ ഈസ് നോ യൂണിഫോം മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ടു ഓൾ ഇൻഡസ്ട്രീസ്. എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഷുഡ് ബി ഡിസൈൻഡ് ഫോർ an industry keeping in mind the items produced, the method of manufacture, the cost elements involved, etc.
അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതല്ല കോസ്റ്റിംഗ് എന്ന് പറയുക. ഓരോ ഇൻഡസ്ട്രിയുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ടുള്ളത് വേണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫിക്സിംഗ് ദ ഒബ്ജക്റ്റീവ് ടു ബി അച്ചീവ്ഡ്. അപ്പോൾ എന്താണോ ആ കൺസേണിന് ഉള്ള ഒബ്ജക്റ്റീവ്, അതെങ്ങനെയാണോ അച്ചീവ് ചെയ്യേണ്ടത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റിംഗ് സിസ്റ്റം അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ നേടേണ്ട, ആ സ്ഥാപനം നേടിയെടുക്കേണ്ട ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 2, സ്റ്റഡിങ് ദ നേച്ചർ ഓഫ് ബിസിനസ്. അവിടുത്തെ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണ് എന്ന് പറഞ്ഞാൽ ഏതും മെത്തേഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുക, അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ നേച്ചർ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. 3-ാമത്തെ പോയിൻ്റാണ് സ്റ്റഡിങ് ദ നേച്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് അതിൻ്റെ സൈസ്, അതിൻ്റെ ലേ ഔട്ട് ഓഫ് ഓർഗനൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് സൈസ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്, ദ ഫിസിക്കൽ ലേ ഔട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ, ദ ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, the extent of decentralization of authority, the nature of authority, responsibility, relationship, etc. അടുത്ത 4-ാമത്തെ പോയിന്റിൽ പറയുക ഡിസൈഡിങ് ദ സ്ട്രക്ചർ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. ആ സ്ഥാപനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കോസ്റ്റ് അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുക. പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് സിമ്പിൾ ആയിരിക്കണം. നെക്സ്റ്റ്, ഡിറ്റർമൈൻ ദ കോസ്റ്റ് റേറ്റ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഡിറ്റർമൈൻ ദ കോസ്റ്റ് റേറ്റ്. കോസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ മാനുഫാക്ചറിങ് കൺസേണിലുള്ള ഡയറക്റ്റ് കോസ്റ്റുകൾ എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കോസ്റ്റ് റേറ്റ് എന്താണെന്ന് കണ്ടെത്തുക. ഇതാണ് ഡിറ്റർമൈൻ ദ കോസ്റ്റ് റേറ്റ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ അവിടെ ആ മാനുഫാക്ചറിങ് കൺസേണിലുള്ള എല്ലാ തരത്തിലുള്ള കോസ്റ്റുകളെ പറ്റിയും കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ കോസ്റ്റ് റേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് ദ സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റം നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, എല്ലാ ഒഫീഷ്യൽസിൻ്റെയും സഹകരണത്തോടു കൂടി വേണം അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ. അത് എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് എന്നും എല്ലാ സ്റ്റാഫിനോടും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്, ഓർഗനൈസിങ് ദ കോസ്റ്റ് ഓഫീസ്. അതായത് ഈ കോസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോസ്റ്റ് ഓഫീസ് നമ്മൾ ഫാക്ടറിക്ക് സമീപമായിട്ട് തന്നെ നമ്മൾ സംജാതമാക്കിയിരിക്കണം. കാരണം അവിടെയുള്ള ഡോക്യുമെൻസും അതുപോലെ തന്നെ കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കുവാനും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ഒക്കെ ഒരു കോസ്റ്റ് ഓഫീസിനാണ് സാധിക്കുക. അപ്പോൾ ആ കോസ്റ്റ് ഓഫീസും അതിനോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോസ്റ്റ് ഓഫീസ് ഉണ്ടാവണം. നെക്സ്റ്റ് പോയിന്റ്, റിലേഷൻഷിപ്പ് ഓഫ് കോസ്റ്റ് ഓഫീസ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫീസിന് അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ബന്ധമുണ്ടാകേണ്ടത്, മറിച്ച് ആ ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് എന്താണ്, ഈ കോസ്റ്റ് ഓഫീസിന് ബന്ധമുണ്ടായിരിക്കണം. ആ കോസ്റ്റ് ഓഫീസുമായിട്ട് കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിലേക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ നമുക്കൊരു നല്ല കോസ്റ്റിംഗ് സിസ്റ്റം ഒരു സ്ഥാപനത്തിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും അത് വിജയത്തിലെത്തിക്കുവാനും സാധിക്കും. നെക്സ്റ്റ്, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഓൺ ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ്. നമ്മൾ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുക? ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ്. സെക്കൻഡ് വൺ, റെസിസ്റ്റൻസ് ഫ്രം അക്കൗണ്ടിംഗ് സ്റ്റാഫ്. തേർഡ് വൺ, ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് സ്റ്റാഫ്. ഫോർത്ത് വൺ, നോൺ കോഓപ്പറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പേഴ്സണൽ. ഫിഫ്ത്ത് വൺ, ഹെവി കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ. Next, steps to overcome the difficulties. First one, support from top management. Second one, impressing the existing staff. Third one, cooperation of the operating personnel.
Fourth one, training to the existing accounting staff. Fifth one, introduction of the system according to the specific requirements of the concern. And the sixth one, proper supervision. അസൈൻമെൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മാത്രം സബ്മിറ്റ് ചെയ്യുക. ബാക്കിയുള്ള ക്ലാസ്സുകളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യുക. താങ്ക് യു.